there's not much to do when Let's go. Together we can take on the ഹേ ഹലോ, എന്തൊക്കെയുണ്ട് ഗൈസ്? ഗുഡ് മോർണിംഗ്. ഇപ്പം സമയം 5:15 ഗൈസ്. 5:15 കേട്ടോ. മെല്ലെ എണീക്കണം. വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്. സൗണ്ട് ഇടാൻ പറ്റൂല. സൗണ്ട് ഇട്ടാൽ അപ്പം കുഞ്ഞെണിക്കും. മെല്ലെ എണിച്ച് മൂളൊക്കെ കവിട്ട് വന്നു കേട്ടോ. എനിക്ക് കുഞ്ഞിനെ വീഴാത്ത മുതൽ ഇതാ കട്ടിലൊക്കെ വെച്ചു. ഫുള്ള് ജാറിനെ വേണ്ടിയിട്ട് കുരിയൊക്കെ വെച്ചിട്ട് ഞാൻ എല്ലാം ഇങ്ങോട്ട് വന്നു കേട്ടോ. ഇതാണ് കുഞ്ഞ് വീണ് പോയില്ലെങ്കിൽ അത് നിസ്കരിക്കാൻ പോകണം. അപ്പം ഇനി ഇങ്ങനെ വെച്ചാൽ കുഞ്ഞിങ്ങനെ തെരഞ്ഞിട്ട് വീഴില്ല. വീഴാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. എൻ്റെ ബുദ്ധി വികാരം വല്ലാത്ത സംഭവമല്ല. ഷുക്ക് വയ്യ. ദാറ്റ് ഇസ് അൻഷു. അപ്പം ഞാൻ സൂപ്പറാണല്ലേ, ഒക്കെ ബുദ്ധിജീവി. അപ്പം ഞാൻ നിസ്കരിച്ചിട്ട് വരട്ടെ. അങ്ങനെ നിസ്കരിച്ചിട്ടെല്ലായി. ഇനി ഓതിട്ടെല്ലായിട്ട് കുറച്ച് മടലാൻ വേണ്ടിയിട്ട് പോയി കിടന്നു ഉറങ്ങും ഞാൻ. അതാണ് കുഞ്ഞെണിക്കുന്നിട്ട് ഞാൻ കുറച്ച് എല്ലാം എനിക്ക് ഉറക്കം തരുമല്ലോ. ഓൻ ഉറങ്ങുമ്പോൾ തന്നെ 2-3 മണിയാണ്. അപ്പോൾ ഓനെ ഉറക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഉറങ്ങുമ്പോൾക്ക് എനിക്ക് ഉറക്കം കിട്ടൂല. അപ്പോൾ ഓൻ ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നിസ്കരിച്ചിട്ടെല്ലാമായിട്ട് ഞാനും എന്നും കിടന്നു ഉറങ്ങും. ഇപ്പം സമയം എത്രയാണ് അറിയോ? 6:15. ഉറങ്ങണമെന്നിട്ട് കിടന്നതാണ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഉറക്കം വരുമ്പോൾ എൻ്റെ കുഞ്ഞാറ്റ എണീച്ചാൽ അതുകൊണ്ട് എൻ്റെ ഉറക്കമൊക്കെ പോയി. എന്നാ ഉറങ്ങാൻ പറ്റില്ല. ഓന് വേഗം എണീച്ച്. ഹായ്. ഞങ്ങളെ വർക്ക് കഴിഞ്ഞു. ഞങ്ങൾ എണീച്ചു. ഹായ്. കാണുന്നില്ല. ഇരട്ട മോനോ ഇരട്ട. ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, എന്നെ എണിപ്പിക്കുന്ന ആരാന്നല്ലേ? ഞാൻ നിസ്കരിച്ചിട്ട് കിടന്നാൽ എന്നെ എണിപ്പിക്കുന്ന വേറെ ആരല്ല, എന്നെ അനുശ്വാസ കുറ്റ കുഞ്ഞാറ്റ എന്നെ എണിപ്പിക്കാറ്. എങ്ങനെ എണിപ്പിക്കാന്നല്ലേ? മുടി വലിക്കും, കടിക്കും, മാന്തും. എന്നിട്ട് എണിച്ചില്ലെങ്കിൽ പിന്നെ ആന്ന് പറഞ്ഞിട്ടൊരു കരച്ചില. അപ്പൊ എണിക്കാത്താളും എണിക്കും. അതാണ് ഇവൻ ചെയ്യാറ്. അല്ല കുഞ്ഞാറ്റേ, എന്തിരാ ശരി ആയാക്ക്. ഹായ്, ഹലോ ഗൈസ്. ഹലോ ആക്ക്. ഹലോ. ഇതേ സീനാണ് കേട്ടോ. ഞാൻ കിടക്കാൻ പാടില്ല. ഇങ്ങനെ എണിച്ചിരിക്കണം. അപ്പോൾ ഓന് ഓക്കെ ആവും. ഞാൻ കിടന്നാലോ അവനക്ക് കരച്ചിലും മുടി വലിക്കലും ഒക്കെ കൂടും. ഹായ് അൻഷു. എന്തിരാ? ഇപ്പം നിന്റെ തലല്ല വേദനക്ക് മുട്ടിട്ടിയല്ലോ. ഇപ്പം തലല്ല മുട്ടി നമ്പലാട്ടി. എന്തിൻ്റെ അവസ്ഥ? എന്താ എൻ്റെ അവസ്ഥ? കടിച്ചു തിന്നിട്ട് അനുഷിന്റെ മാമ വിളിക്കുന്നേ. വാ, നമ്മ മാമൻ്റെ അടുത്ത് പോയി. Come on, guys. Mansha. Mama. Assalamualaikum. Waalaikumsalam.
ഗൈസ് എന്താ അല്ല ഇപ്പൊ ഭയങ്കര മായ കേട്ടോ. സുബൈക്കൊന്ന് മായായിരുന്നു ഗൈസ്, അറിയോ? നല്ല മായ. ഈ ടൈമിൽ എന്തോ മായാണ്. മായൊക്കെ കഴിയേണ്ട കാലം ടൈം കഴിഞ്ഞു. പക്ഷെ മായ ഇതുവരെ നിന്നിട്ടൊന്നുമില്ല. നല്ല സൺസെറ്റൊക്കെ കാണാൻ പറ്റും. കാരണം ഉണ്ടല്ലോ, ഡ്രസ്സൊന്നും അലിച്ചിട്ടാ ഉണങ്ങുമില്ലായിട്ട് ഇങ്ങനെ മടക്കി മടക്കിയിട്ടാണ് ഇപ്പം ഞാൻ ഇടുന്നത്. അതിലിടാൻ പറ്റൂല. ഇപ്പം ഞാൻ ഡ്രസ്സ് അലക്കുമ്പോൾ അപ്പം മായായിരിക്കും. അതുകൊണ്ട് ഡ്രസ്സൊന്നും ഉണങ്ങൂല. എല്ലാം മടക്കി മടക്കി ഇട്ടിരിക്കുക. ഡ്രസ്സൊക്കെ ഫുള്ളായിട്ടൊക്കെ ഡ്രസ്സാണ് ഗൈസ്. മഴക്കാലത്ത് പിന്നെ അങ്ങനെയാണല്ലോ, ഇടിയ റൂമിലും പുറത്തും കാണുന്നത്ര ഡ്രസ്സായിരിക്കും. കുഞ്ഞാറ്റ വാക്കുള്ള പൂച്ചാണ് കേട്ടോ. അൻഷാദ്, കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ താവുമാ കൈ. ആ ചമ്മയൊക്കെ ഉണ്ട്. മാമി കിച്ചണ എന്തായിടാ? ഓ മാമ പോയല്ലേ? മാമ ഇതിലെ പോയാ? ഉമ്മ അപ്പത്തിന് വേണ്ടിയിട്ട് അരി അരക്കാടുന്ന എൻ്റെ കല്ലിൽ. ഞാൻ ഈ പാത്രങ്ങൾ വാങ്ങുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് അങ്ങനെ പാത്രമൊന്നും ഉണ്ടാവില്ല. രാത്രിത്തെ ഫുഡ് കഴിച്ച പാത്രം അത് ഇതൊക്കെ രാത്രി തന്നെ ക്ലീനൊക്കെ ആക്കി പാത്രമൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ കിടന്നു വന്നത്. പിന്നെ ഇത് ഇപ്പോൾ യൂസാക്കിയതും പിന്നെ ഇഷ്ടം 1-2 പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴുകിയാൽ പിന്നെ ഫുള്ള് ക്ലീൻ ആയിരുന്നു. പിന്നെ പാത്രം അവിടെ വെച്ച് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു തലവേദനയാണ് ഒന്നിച്ച് കാണുമ്പോൾ. പിന്നെ അപ്പോഴൊക്കെ ഇപ്പോൾ യൂസാക്കി അപ്പോൾ കവിറ്റ് വെച്ചാൽ പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. അൻഷു എവിടെ കഴിഞ്ഞ ഉപ്പനത്ത് പോ. അപ്പത്തിന് പെരുക്കാണ് ഗൈസ്. അപ്പത്തിന് ഇന്നെന്തപ്പോ പത്തലല്ലേ? ഗൈസ് നമ്മള് പത്തലാണ് കേട്ടോ. നിങ്ങളെ നാട്ടില് പത്തലിന് എന്താ പറയാ? ഓരോരുത്തർ പത്തിരി എന്ന് പറയൂ, പത്തലെന്ന് പറയൂ, അരിരൊട്ടി, അങ്ങനെ ഓരോരുത്തർ ഓരോ പേര് പറയാറുണ്ട് ഇതിന്. റൊട്ടി നമ്മൾ പത്തലെന്നാവോ ചെല്ലല്? നമ്മളെ നാട്ടിലല്ല പത്തലെന്ന് തന്നെ ചെല്ലല്. ഇതിന് അരിപ്പത്തിരി അത് പുറത്ത്, നമ്മളെ നാട്ടില് പത്തലെന്നല്ല ചെല്ലല്. എൻ്റെ കുഞ്ഞാറ്റ കരുതിയാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് പോവാ. കറി ഉണ്ടാക്കാണ്.
അങ്ങനെയൊക്കെ അതിന് ഫുഡെല്ലാം കൊടുത്തിട്ട് ഉറക്കാലിട്ട് വന്നേ. ഓൻ ഉറങ്ങിയിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാൻ പോവാൻ. ഓന് ചെറുപ്പത്തിലെ കുഞ്ഞ് കരിയുമ്പോഴൊക്കെ കരിയുന്നല്ലിട്ട് അങ്ങനെ തൊട്ടിലിട്ടിട്ട് കിടത്തിട്ട് ആട്ടിട്ട് ഉറക്കിയിട്ട് അഭ്യാസം. ഇപ്പം തൊട്ടിലില്ലാതെ ഉറങ്ങുന്നൊന്നുമില്ല, ഓനക്ക് അഭ്യാസമായിപ്പോയിന്. ഇല്ല ഫുഡ് കഴിക്കുമ്പോഴെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ല, അങ്ങനെ ഉറക്കിയിട്ട് തന്നെ വരാണ്ട് ഞാൻ ഉറക്കാൻ വന്ന. ഞാൻ ഉറങ്ങി. ഇന്ന് നമുക്ക് ചായക്ക് പത്തലും പിന്നെ മുട്ടക്കറിൻ്റെ വറവാണ് കേട്ടോ, മുട്ട വറവും പിന്നെ നമ്മളെ കട്ടൻ ചായ. ഇതാണ് ഗൈസ് രാവിലത്തെ ഞങ്ങളെ സ്പെഷ്യല്. എൻ്റെ ഇത്തത്തൊക്കെ വന്നു. എങ്ങനെയാണ് ഓക്കെ ഫോട്ടോസ് എടുക്കാൻ കേട്ടോ. അപ്പം ഇതാണ് ഈ മാസത്തെ ഓളെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉച്ചക്കുള്ള കറി കേബേജ് ആണ് കേട്ടോ. കേബേജ് കളിയാക്കാണ് ഗൈസ്. അപ്പൊ കേബേജ് കറിയാണ് കേട്ടോ. പിന്നെ വെള്ളരിക്കാൻ്റെ ചാറ്, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ, അതാണ് കേട്ടോ. അപ്പൊ തക്കാളി ഇംഗ്ലീഷില്, ടൊമാറ്റോ ഹിന്ദിയില്. ഹിന്ദി ഞാൻ മുണ്ടനില്ല, അതുകൊണ്ട് എനിക്കറിയാലോ. ടമാട്ടർ എനിക്കറിയില്ല, ഹിന്ദി മുണ്ടയില്ലല്ലോ. ഹിന്ദി മുണ്ടെങ്കിൽ ഞാൻ അറബി പിന്നെ തീരെ പോലില്ല. നമുക്ക് ചർച്ചാണ് പാർലമെന്റിൽ പോയി നമ്മാണ് ഇന്ന് ചർച്ചില് അറിയുന്നതാ. പതുക്കെ മിണ്ടണം ഗൈസ്. ഗൈസ് നിങ്ങൾക്കൊരു കാര്യം അറിയോ, മുമ്പൊക്കെ മൂത്തവരെ ബഹുമാനിക്കുന്ന എണിച്ച് നിന്നിട്ടാ അല്ലെങ്കിൽ മുണ്ട് താത്തിട്ടൊക്കെ ആയിരിക്കും ബഹുമാനിക്കുക. പക്ഷെ ഇപ്പോഴെങ്ങനെയാ ബഹുമാനിക്കാന്നറിയാം, ഇയർഫോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ആക്കിയിട്ടായിരിക്കും ബഹുമാനിക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? എന്താ അല്ലേ ഗൈസ്? ഇവിടെ പുല്ലരിയാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാ വർഷവും പുല്ലരിക്കാൻ മിഷൻ ഇടാറുണ്ട് കേട്ടോ. പക്ഷെ ഈ വർഷം 2 പ്രാവശ്യം ഞങ്ങൾ മിഷൻ നട്ടിട്ട് മിഷൻ ഇടുന്നുണ്ട്. പുല്ലരി ഞാൻ കാണിച്ചു തരാം. മിഷൻ ഇടാണ് കേട്ടോ. പക്ഷെ അടുത്ത് നിന്നാലുണ്ടല്ലോ അതിൻ്റെ കല്ലും ഇതെല്ലാം ധരിക്കുന്നു കണ്ണിക്ക്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഇട്ടു ഗൈസ് മിഷന്. പക്ഷെ പുല്ലിരുന്ന് കാണാൻ നല്ല രസമാണല്ലോ മിഷൻ ഇടുന്ന കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഞാനിപ്പോൾ കുഞ്ഞിനാട്ടാർ ഇപ്പം ഇത്തത്തെയാണ് കേട്ടോ കുഞ്ഞിനാട്ടുന്നത്. പ്രൊമോഷൻ ഇതിൻ്റെ ഇത്തത്തൊക്കെ കൊടുത്തേട്ടോ. അനിച്ചേട്ടാ മൂത്തമ്മനെ കിട്ടിയാടിപ്പോൾ എനിക്ക് കുഞ്ഞാറ്റയ്ക്ക് മൂത്തമ്മനെ കിട്ടിയാ? ഗൈസ് ഈ വീഡിയോ ഓവർ ലെങ്ത് ആവുമെന്ന് തോന്നുന്നു. ഈ വീഡിയോത്തിൻ്റെ പാർട്ട് 2 ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വീഡിയോത്തിൻ്റെ ബാക്കി പാർട്ട് 2 ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. എന്ന് വെച്ചാൽ ഈ വീഡിയോ ഓവർ ലെങ്ത് ആവും, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും ഓവർ ലെങ്ത് ഒക്കെ ആയാൽ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു പാർട്ട് 2 ആക്കിയിട്ടിടാന്ന്. അപ്പോൾ പാർട്ട് 2 പോയി എല്ലാവരും കാണണേ. അപ്പോൾ പാർട്ട് 2 നമുക്ക് എല്ലാവർക്കും കാണാം. അടുത്ത വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.